Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാനല്ല പോകുന്നത്, വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതായത് കേക്കിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യാം, അതും ഒരു മ്യൂറൽ പെയിൻറ്റിങ് എങ്ങനെ നടത്താം എന്ന് നമുക്ക് നോക്കാം. മ്യൂറലിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ബേസിക് ഡിസൈൻസ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള 2 കേക്കുകളിൽ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള താങ്ക് യു എന്ന് എഴുതിയ ആ കേക്കാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യം ഫോണ്ടൻറ്റ് കൊണ്ട്, വെള്ള ഫോണ്ടൻറ്റ് കൊണ്ട് കവർ ചെയ്ത ഒരു കേക്കാണ്. എങ്ങനെ ഫോണ്ടൻറ്റ് കൊണ്ട് കവർ ചെയ്യാമെന്നുള്ള വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു വൈറ്റ് ഫോണ്ടൻറ്റ് കൊണ്ട് കവർ ചെയ്ത കേക്ക് എടുത്തു. എന്നിട്ട് ഒരു മീഡിയം തിക്നെസ്സുള്ള ബ്രഷ് കൊണ്ട് ഓറഞ്ച് കളർ കേക്ക് പെയിൻറ്റ് എടുത്തിട്ട് ഞാൻ ഈ ഡിസൈൻസ് പെയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈൻ ഒന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റായിട്ട് കേക്കിലേക്ക് ഇത് പെയിൻറ്റ് ചെയ്യാണ്. ഒരു തുള്ളി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ഓറഞ്ചിനെ നമുക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡായിട്ടും മാറ്റിയെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഞാൻ ഈ പെയിൻറ്റ് ചെയ്യണ ഭാഗത്ത് കുറച്ച് വെള്ളം ചേർത്തു, അപ്പോൾ അത് കാരണം അത് കുറച്ച് ലൈറ്ററാണ്. നേരത്തെ ചെയ്ത അത്ര ഓറഞ്ചില്ല. അപ്പോൾ അത് ശരിക്കും ഒരു ഡിഫറൻസ് അറിയണമെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് കഴിയുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുക. ഔട്ട്ലൈൻ ആദ്യം തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പം അതൊക്കെ സ്പ്രെഡായി പോവും, സ്മഡ്ജായി പോവും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. നമ്മളെല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഔട്ട്ലൈൻ ഇട്ടാൽ മതി. ഇനി ഞാനവിടെ ഒരു പൂവാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ്ങുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പൂവാണിത്. ആ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ വളരെ കോമൺ ആണ്. ഇനി ഞാൻ ഈ പ്ലേറ്റിലേക്ക് കുറച്ച് യെല്ലോ കളർ എടുത്തു. അത് ഒത്തിരി വെള്ളം, ഒരു തരി വെള്ളം ചേർത്തിട്ട് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ച് വരച്ചതിൻ്റെ ശേഷം ആ പൂവിൻ്റെ ഉള്ളിൽ ആ ഒരു ഷെയ്ഡിങ് കൊടുക്കുമ്പോഴാണ് അതിനൊരു 3D എഫക്റ്റ് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച ആഡ് ചെയ്യണം. ഒരു തരി പച്ചയും അതിലേക്ക് ഒരു നുള്ള് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയും മഞ്ഞ അത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് മറ്റേ നമ്മുടെ ഫുഡ് കളറിൽ വരുന്ന പച്ച ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. നിങ്ങൾ വെറുതെ ഒരു പേപ്പറിലോ മറ്റൊന്നും അത് ഇട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ കളർ എങ്ങനെയുണ്ട് നോക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു മ്യൂറൽ പച്ച കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞ ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ ആ പച്ചയുടെ അകത്ത്, ഓറഞ്ചിൻ്റെ അകത്ത് ചെയ്ത പോലെ തന്നെ പച്ചയുടെ അകത്ത് കുറച്ച് മഞ്ഞ ഉൾഭാഗത്തായിട്ട് കൊടുത്തു. ഈ വീഡിയോ കുറച്ച് ബ്ലറി ആയിപ്പോയി, അതിന് ക്ഷമിക്കണം. ഇത് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാം ആ പച്ചയുടെ ഉള്ളിൽ ആ മഞ്ഞ മിക്സ് ആക്കിയിട്ടാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഇൻഡിവിജ്വൽ ഡിസൈൻസ് ഞാൻ വെറും പച്ച കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഞാൻ മഞ്ഞൊന്നും മിക്സ് ആക്കിയിട്ടില്ല. ഈ പച്ചയിൽ തന്നെയും നമുക്ക് വെള്ളം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ലൈറ്റ് ഗ്രീൻ ആവും, അങ്ങനെ കളർ കുറച്ച് മാറും. അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു പ്രത്യേക ഡിസൈൻ എന്നുള്ളതല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ആക്കുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിന് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് കേക്കുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർക്കറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് മാർക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ആ ഇതളുകൾക്ക് ആ ബോർഡർ കൊടുക്കുക. അപ്പോഴാണ് ആ മ്യൂറലിൻ്റെ ശരിക്കും ഒന്നൊരു ഭംഗി വരിക, അതൊന്ന് എടുത്ത് കാണിക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വിൽട്ടൻ്റെ മാർക്കറാണ്, ബ്ലാക്ക് മാർക്കറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, വാങ്ങേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ തിന്നായ ഒരു ബ്രഷ് ഉപയോഗിച്ച്, പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഈ ബ്ലാക്ക് ബോർഡർ. ശരിയായ മ്യൂറലിൽ നമ്മൾ മാർക്കേഴ്സ് അല്ല ഉപയോഗിക്കുക. നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് കൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് പെയിൻറ്റാണ് ചെയ്യുക. ഇതിപ്പം കേക്കിലായ കാരണം ഞാൻ കുറച്ച് എളുപ്പപ്പണിയായിട്ട് ഇങ്ങനെ മാർക്കേഴ്സ് യൂസ് ചെയ്തു എന്ന് മാത്രം. ഇനിയിപ്പം ഇതിൽ നമ്മൾക്ക് എന്താ എഴുതാനുള്ളതെന്ന് വെച്ചാൽ അത് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഫോണ്ടൻറ്റ് മുറിച്ചിട്ട് ലെറ്റേഴ്സ് ഉണ്ടാക്കി അത് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു താങ്ക് യു എന്നാണ് എഴുതുന്നത്. ഓൾറെഡി ലെറ്റേഴ്സ് ഒരു ബ്ലാക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വെള്ളം തന്നെ തേച്ച് കൊടുത്താൽ മതി. നമുക്ക് വേറെ ഗ്ലൂ ഒന്നും ആവശ്യമില്ല. വെറുതെ വെള്ളം തന്നെ തേച്ച് കൊടുത്താൽ ഫോണ്ടൻറ്റിൻ്റെ മേലെ നല്ലോണം ഒട്ടി നിന്നോളും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മ്യൂറൽ ഡിസൈൻസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂറൽ ഡിസൈൻസൊക്കെ കേക്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മ്യൂറൽ പഠിച്ചത് കോഴിക്കോടുള്ള സീന വിജയൻ എന്ന് പറയുന്ന വളരെ ടാലൻറ്റഡായ ഒരു മ്യൂറൽ ടീച്ചറുടെ അടുത്തു നിന്നാണ്. എൻ്റെ കസിൻ ഷീല ചേച്ചിയാണ് എനിക്ക് സീന ചേച്ചിയെ പരിചയപ്പെടുത്തി തന്നത്.
അപ്പോൾ ഞാൻ ക്യാൻവസിൽ ചെയ്ത കുറച്ച് മ്യൂറൽ പെയിൻറ്റിങ്സ് ആണിത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് കേക്കിൽ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേക്കിൽ ട്രൈ ചെയ്ത് തുടങ്ങിയത്. എല്ലാവർക്കും ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.